സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനും നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായിട്ടുള്ള അധ്യാപകനും കൂടിയാണ് ശ്രീ ജേക്കബ് മാസ്റ്ററെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനോഹരം ബിർജശാനായി ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ മാസ്റ്ററെ കൂടി വേദിയിലേക്ക് സ്നേഹത്തോടു കൂടി ആദരവ് ഏറ്റുവാങ്ങുന്നതിനായും ക്ഷണിക്കുകയാണ്. പ്ലീസ്. അണ്ണല്ലൂർ NSLP മുൻ പ്രധാന അധ്യാപകനായിട്ടുള്ള ശ്രീ ജേക്കബ് മാസ്റ്ററാണ്. അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ചുകൊണ്ട് തന്നെ ഈ വേദിയിലെ ഏറ്റവും മഹത്തായ മറ്റൊരു കാര്യം കൂടിയാണ്. താങ്ക് യു ജേക്കബ് മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുള്ള കുട്ടികളൊക്കെയാണ് ഈ നാട്ടിൽ തന്നെയുള്ളത്. വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ സംഗീത, ഞാൻ ഇവിടെ ഈ കലകൾ ആസ്വദിക്കാനും പരിപാടികൾക്കൊക്കെ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊന്നും ആ താല്പര്യത്തെ ഞാൻ ഹനിച്ചുകൊണ്ട് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കേരളം ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമാണെന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ആ വിശേഷണമൊക്കെ കേരളത്തിന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു, കുത്തിക്കൊല്ലുന്നു, ഇങ്ങനെ എന്തൊക്കെ സംഭവിക്കുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി ആത്മഹത്യ ചെയ്തു. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾക്ക് അവരുടെ രക്ഷകർത്താക്കൾക്കും ശരിയായ വിശ്രമം അല്ലെങ്കിൽ ശരിയായ നേർവഴി അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, ഒരു എത്തും പിടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ന്. ആ കുട്ടികൾ പഠിക്കാതെ വരുമ്പോൾ അവരെ മാതാപിതാക്കന്മാർ അങ്കലാപ്പിലായി. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് കുട്ടികൾ ഈ മയക്കുമരുന്നിലേക്കൊക്കെ വഴുതി പോകുന്നത്. ഞാൻ ഈ വിദ്യാലയത്തിലായിരുന്നു എന്നിവിടെ നേരത്തെ സൂചിപ്പിച്ചു. അന്നൊക്കെ ഒരു ട്യൂഷനും ഇല്ല, ഒന്നുമില്ല. കാലത്ത് 10 മണിയാകുമ്പോൾ സ്കൂളിലേക്ക് വരും, 4 മണിക്ക് വീട്ടിൽ പോവും, കളിക്കും, ഓടും, ചാടും, എല്ലാം ചെയ്യും. പിന്നെ അവർക്ക് പ്രത്യേക ട്യൂഷനൊന്നുമില്ല. മാതാപിതാക്കന്മാർ പ്രത്യേകമായിട്ട് ഇവിടെയുള്ള ഈ മേഖല വളരെ ഗ്രാമീണ മേഖലയാണ്. ഇവിടെയുള്ളവരൊക്കെ കൂലിപ്പണിക്ക് പോകുന്നവരാണ് ഭൂരിപക്ഷം പേരും. അപ്പോൾ അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പോലും സമയമില്ല. എങ്കിലും അവരെയൊക്കെ നേർവഴിയിലൂടെ നയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രധാന മരുന്നായിരുന്നു അടിക്കൽ. എനിക്ക് തോന്നുന്നു ഈ സംഗീതനൊക്കെ അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കടക്കിന് വരെ പിന്നാക്കായിരുന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അന്ന് ഇതൊരു വിഷയമായിരുന്നില്ല. അടിക്കലൊക്കെ ഉണ്ട്, അടിക്കും. ഒരു കുട്ടിയും ഞങ്ങളെ ആരും കുത്താനോ തെറി പറയാനോ കുത്തിക്കൊല്ലാനോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അന്ന് അതൊരു വിഷയമായിരുന്നു. ഇന്ന് ട്യൂഷനുണ്ട്, അച്ഛനും അമ്മയും പിന്നാലെ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും കുട്ടികൾ പഠിക്കുന്നില്ല, അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് സമൂഹം വിദ്യാഭ്യാസ മേഖലയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഈ 32 വർഷത്തെ അധ്യാപന കാലഘട്ടത്തിലും അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഒരു കുട്ടി ഈ അടുത്ത കാലത്ത് ഞാൻ വീട്ടിൽ പലപ്പോഴും വീട്ടിലങ്ങനെ വെറുതെ ഇരിക്കുന്നൊരു സ്വഭാവമില്ല. ഞാൻ അവിടെ പള്ളിയിലൊരു കണക്കൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കണക്കെഴുതാൻ വേണ്ടി പള്ളിയിൽ പോയി. അപ്പോൾ ഒരു കുട്ടി, ഉണ്ണികൃഷ്ണൻ, അവനെ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ കണ്ടില്ല, പള്ളിയിൽ വന്നു. എന്നെ കണ്ടു, വിളിച്ചു. ആ പള്ളിയുടെ ദേവാലയത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അവൻ എൻ്റെ ഉണ്ണികൃഷ്ണനെന്ന് ചോദിച്ചു. ഒന്നുമല്ല മാഷെ, ഒരു 5ൻ്റെ കോയിൻ എനിക്ക് തന്നിട്ട് എൻ്റെ കാല് തൊട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മാഷെ ഞാൻ നാളെ അഡ്വക്കേറ്റായിട്ട് കൊടുങ്ങല്ലൂർ കോർട്ടിൽ സന്നദ്ധ എടുക്കാൻ പോവുകയാണ്, മാഷൻ അനുഗ്രഹിക്കും. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് ഒരു ട്യൂഷനും ഇല്ല, ഒരു പറഞ്ഞു കൊടുക്കാൻ ആളുമില്ല. ഈ കുട്ടിയെ കുളിപ്പിക്കാനോ പല്ല് തേച്ചിട്ടുണ്ടോ എന്ന് നോക്കാനോ ഒന്നും ഇല്ലെങ്കിലും അവരും പഠിച്ച് ഉയർന്നു വന്നു. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അവർ മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും മറ്റും ആത്മഹത്യയിലേക്കൊക്കെ നീങ്ങിപ്പോകുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടം വളരെ
ദുഷിച്ചതാണ്, കെട്ടതാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എൻ്റെ അധ്യാപന കാലത്ത് പല കുട്ടികളും ഉന്നത നിലവാരത്തിലേക്ക് എത്തി. ആദ്യത്തെ ബാച്ചിലേക്ക് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് റിട്ടയർ ചെയ്തിട്ട് 2-3 വർഷമൊക്കെ ആയി. അപ്പം അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആകെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു മരുന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ അടിയാണെന്ന്. പക്ഷെ ആ ഒരു കുട്ടിയും ഇപ്പോൾ സംഗീതം ഇവിടെ ഇരിപ്പുണ്ട്, പല വിദ്യാർത്ഥികളും ഇവിടെ ഉണ്ട്, ആരും ഞങ്ങളെ ദേഷ്യത്തോടുകൂടി കാണുകയോ വഴക്ക് പറയുകയോ കുത്താൻ വരുമോ കൊല്ലാൻ വരുമോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ അടിയൊക്കെ നടത്തിയത് എന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്, അവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. അന്ന് കുട്ടികളെയൊക്കെ മക്കളെ പോലെ കരുതിയിരുന്നത്. എൻ്റെ മക്കൾ, ഞങ്ങളുടെ മക്കൾ എങ്ങനെ വളരണോ അതുപോലെ കുട്ടികളും വളരണം. ഇന്നങ്ങനെയല്ല. ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ചെറിയ നിർദ്ദേശം വന്നത് കുറേശ്ശൊക്കെ അടിക്കാമെന്നാണ്. പക്ഷെ എങ്കിലും പ്രശ്നങ്ങളാണ്. അധ്യാപകരെ കുത്താൻ വരുന്ന വിദ്യാർത്ഥികൾ, കല്ലെറിയുന്ന വിദ്യാർത്ഥികൾ, ഇങ്ങനെ പലതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചില അനുഭവങ്ങൾ പറഞ്ഞെന്ന് മാത്രം. എന്തായാലും എന്നെ ഈ സദസ്സ് ഇങ്ങനെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയും എന്നെ ആദരിക്കുകയും ചെയ്തതിന് സംഗീതനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. സംഗീതൻ്റെ ആ പ്രവർത്തന മേഖല, അനേകരെ രക്ഷിക്കാനുള്ള ആ കൈപുണ്യം, അത് കൂടുതലായി വിപുലീകരിച്ച് ഒരുപാട് അനുഗ്രഹങ്ങളിൽ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അങ്ങനെ ഒരു മരുന്നില്ലാതെ കൈപുണ്യമായിട്ട് പ്രവർത്തിക്കുന്ന സംഗീതനെ ഞാൻ ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. കൂടുതൽ ജനങ്ങൾക്ക്, കൂടുതൽ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സ ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.